നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കർഷകരക്ഷ ഉറപ്പാക്കുവാൻ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് നടന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കില്ലെന്ന നിലപാടിൽ ഗവർണർ മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണെന്ന് വിമർശനം. ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്നത് കർഷകരെ സ്നേഹിക്കുന്ന ആരാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സിറിയക് ചാഴിക്കാടൻ. അയ്യപ്പൻകോവിലിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നിയമപരമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം. നടപടി വീടൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പുറമ്പോക്കിൽ താമസിക്കുന്നവർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് KRFB എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിനിരയാക്കിയ പെൺകുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചികിത്സയിൽ കഴിയുന്നത് കട്ടപ്പന സ്വദേശിനിയായ 19-കാരി. സംഭവത്തിൽ വണ്ണപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. രാജകുമാരി, ഖജനാപ്പാറ, കുമ്പപ്പാറ മേഖലകളിൽ നടന്ന കുരുമുളക് മോഷണ കേസിൽ അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ജാർഖണ്ഡ് സ്വദേശി വിക്രം കുമാറിനെ. രാജാക്കാട് മേഖലയിൽ ഇരുചക്ര വാഹന മോഷണം പതിവാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കില്ലെന്ന നിലപാടിൽ ഗവർണർ മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണെന്ന് കേരള യൂത്ത് ഫ്രണ്ടും സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ. കർഷകരക്ഷ ഉറപ്പാക്കുവാൻ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് നടന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്നത് കർഷകരെ സ്നേഹിക്കുന്ന ആരാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സിറിയക് ചാഴിക്കാടൻ പറഞ്ഞു. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സുമാറി കർഷകരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് കേരള യൂത്ത് ഫ്രണ്ടും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചത്. പരിപാടി സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേരള ഗവൺമെന്റ് എടുത്ത വലിയ ഒരു തീരുമാനം, അത് ഐകകണ്ഠേന ഒരു ബില്ല് അത് പാസ്സാക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ നിയമത്തിന് ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്ന ഒരു വലിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലേതെന്നല്ല, കർഷകരെ സ്നേഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയും മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണ് എന്ന് ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 51 സമരഭടന്മാർ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ രാജാക്കാട് ടൗണിൽ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തി. പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്ത 51 സമരഭടന്മാർക്ക് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപാറയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കേരള കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷാജി വയലിൽ, സംസ്ഥാന ജില്ലാ നേതാക്കളായ ജോയി കിഴക്കേപ്പറമ്പിൽ, ജെയിംസ് മ്ലാക്കുഴി, വർഗീസ് ആറ്റുപുറം, AH ഹഫീസ്, ഷിജോ തടത്തിൽ, ആകാശ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പുളിയാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. അയ്യപ്പൻകോവിലിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നിയമപരമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം. വീടൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പുറമ്പോക്കിൽ താമസിക്കുന്നവർ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. KRFB എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം വീടൊഴിഞ്ഞു പോകണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ വില്ലേജ് പടിയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങൾക്കാണ് KRFB എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നോട്ടീസ് നൽകിയത്. 2 കുടുംബങ്ങൾ നോട്ടീസ് കൈപ്പറ്റുകയും ഒരു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വീട്ടിൽ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് വീതി കൂട്ടാനെത്തിയപ്പോഴാണ് പ്രശ്നം ഉടലെടുത്തത്. പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ വീതി കൂട്ടുന്നതിനെ എതിർക്കുകയും ഇവിടെ നിന്ന് മാറാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസണെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതിയും നൽകി. ഇവരുടെ പരാതിയിൽ റവന്യൂ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കോടതിയിൽ വിശദീകരണവും രേഖകളും ഹാജരാക്കി. ഇതേ തുടർന്നാണ് കോടതി നിർദ്ദേശമുണ്ടായത്. വരുന്ന 17-ാം തീയതി ജെയ്മോൾ ജോൺസൺ കോടതിയിൽ ഹാജരാകാനിരിക്കെയാണ് കോടതി നിർദ്ദേശപ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത്.
പുറംപോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് പഞ്ചായത്ത് ഭൂമി നൽകുകയും വീട് വയ്ക്കാൻ പണം അനുവദിക്കുകയും ചെയ്തത്. ഇതിൽ ചിലരുടെ വീട് നിർമ്മാണം പല കാരണങ്ങളാൽ പൂർത്തിയായിട്ടില്ല. ഇവർക്ക് കൂടുതൽ സമയം വേണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വീടിന് പണം അനുവദിച്ച വീട് പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ കുടുംബങ്ങളെ ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ റോഡ് വികസനം സാധ്യമാകില്ല. അതിനാൽ ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ടും കേരള ലാൻഡ് കൺവെൻസി ആക്ടും ഉൾപ്പെടുത്തിയാണ് കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. KRFB ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിന് ഇരയാക്കിയ പെൺകുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കട്ടപ്പന സ്വദേശിനിയായ 19-കാരി പെൺകുട്ടിയാണ് ആശുപത്രിയിൽ കഴിയുന്നത്. സംഭവത്തിൽ വണ്ണപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി സ്വന്തം വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി അറിയുന്നത്. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴിപ്രകാരം കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ വണ്ണപ്പുറം കാളിയാർ പാറപ്പുറത്ത് എമിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 2022 ജൂണിലാണ് എമിൽ വിവാഹ വാഗ്ദാനം നൽകി സുഹൃത്തായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അന്ന് പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എന്നാൽ അടുത്തയിടെ യുവാവ് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. ഇതേ തുടർന്നാണ് പെൺകുട്ടി വിഷം കഴിച്ചത്. അപകടനില തരണം ചെയ്ത പെൺകുട്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കട്ടപ്പന DYSP PV ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. രാജകുമാരി, ഖജനാപ്പാറ, കുംഭപ്പാറ മേഖലകളിൽ നടന്ന കുരുമുളക് മോഷണ കേസിൽ അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. ജാർഖണ്ഡ് സ്വദേശി വിക്രം കുമാറിനെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കുരുമുളക് വിളവെടുപ്പിന് പാകമായതോടെ ഹൈറേഞ്ച് മേഖലയിൽ മോഷണം വർദ്ധിച്ചിരുന്നു. രാജകുമാരി, ഖജനാപ്പാറ, കുംഭപ്പാറ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വ്യാപകമായി കുരുമുളക് മോഷ്ടിക്കപ്പെട്ടു. വിളവെടുപ്പിന് പാകമായ കുരുമുളകുകൾ കൃഷിയിടത്തിൽ നിന്നും പ്രതി മോഷ്ടിക്കുകയായിരുന്നു. 10 മുതൽ 15 വർഷം പ്രായമായ നല്ല വിളവ് തരുന്ന കുരുമുളക് ചെടികൾ ചുവടെ വെട്ടി നശിപ്പിച്ച ശേഷം താങ്ങുമരത്തിൽ നിന്നും വേർപെടുത്തി വലിച്ചു നിലത്തിട്ടാണ് ഇയാൾ മോഷണം നടത്തി വന്നിരുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിന് പിന്നിലെന്ന സംശയം തോന്നിയ പ്രദേശവാസികൾ സമീപ മേഖലകളിലെ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ജാർഖണ്ഡ് സ്വദേശി വിക്രം കുമാർ പിടിയിലായത്. മോഷ്ടിച്ച കുരുമുളകും പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെത്തി. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 2 ആഴ്ച മുൻപ് അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ മോഷണത്തിന് പിടികൂടിയിരുന്നു. മോഷ്ടിച്ച കുരുമുളകുകൾ പ്രാദേശികമായി വിറ്റഴിച്ചാൽ പിടിക്കപ്പെടും എന്നുള്ളതിനാൽ അന്യസംസ്ഥാനത്തു നിന്നും എത്തുന്ന വാഹനങ്ങളിൽ കടത്തുകയാണ് പതിവ്. 10ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് മോഷണം നടന്നത്. കുരുമുളക് ചെടികളിൽ നിന്നും കൈയെത്തുന്ന ഉയരത്തിൽ വ്യാപകമായി കുരുമുളക് മോഷ്ടിച്ചിരുന്നു. വെട്ടി നശിപ്പിക്കപ്പെട്ടതും മോഷ്ടിക്കപ്പെട്ടതുമായി ലക്ഷങ്ങളുടെ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. രാജാക്കാട് മേഖലയിൽ ഇരുചക്ര വാഹന മോഷണം പതിവാകുന്നു. 1.5 മാസത്തിനുള്ളിൽ 3 ഇരുചക്ര വാഹനങ്ങളാണ് മോഷണം പോയത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് NR സിറ്റി സ്വദേശി ചാലിൽ ജോമോൻ ജോസഫിന്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് നിന്ന് മോഷണം പോയത്. പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് മോഷണം നടന്നത്. സ്കൂളിന് സമീപത്തെ CCTV ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തതയില്ല. ഇതേ ദിവസം തന്നെ മാങ്ങാത്തൊട്ടി പുത്തൻചിറയിൽ അനൂപിന്റെ പൾസർ ബൈക്ക് മോഷ്ടിക്കാനും ശ്രമം നടന്നിരുന്നു. വാഹനത്തിന്റെ മുൻഭാഗം തകർത്ത് സ്റ്റാർട്ടാക്കി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ധനമില്ലാത്തതിനാൽ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ബൈക്ക് മോഷണം സംബന്ധിച്ച് ജോമോൻ രാജാക്കാട് പോലീസിൽ പരാതി നൽകി. ഇവിടെ ഇപ്പം എൻ്റെ വണ്ടി വീട്ടുമുറ്റത്തിരുന്ന വണ്ടിയാണ് മോഷണം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പണിയുന്ന പയ്യൻ്റെ റോട്ടിൽ പെട്രോൾ തീർന്നിട്ടിരിക്കുന്ന വണ്ടിയാണ് അത്. അതിൻ്റെ വയസ്സെല്ലാം പൊളിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമം നടത്തി. പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കാരണം അത് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പം കതിനപ്പാറ മേഖലയിൽ നിന്ന് ഒരു 2 വണ്ടിയോളം പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പഴയ വണ്ടി ആയതുകൊണ്ട് അവർ പിന്നെ വലിയ കാര്യമാക്കിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. ബോർഡർ കടന്നു പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ മേഖലയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് അവർ ഈ മേഖല കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മേഖലയിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ മേലുകാവ് കാഞ്ഞിരങ്കവലിക്ക് സമീപമുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. തൊടുപുഴ മലങ്കര സ്വദേശികളായ പടിക്കലത്ത് PG അജിത്, മണ്ണൂപ്പറമ്പിൽ MS ആദിത്യൻ എന്നിവരാണ് മരിച്ചത്. കാറുമായി കൂട്ടിയിടിച്ച ബൈക്കിൽ നിന്നും വീണ യുവാക്കൾ ടോറസ് ലോറിയിടിച്ചാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടമുണ്ടായത്. തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിൽ ഇടിച്ചത്.
ടോറസ് ലോറിയെ മറികടന്നെത്തിയ കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ യുവാക്കൾ ടോറസ് ലോറിയുടെ മുന്നിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരും മേലുകാവ് പോലീസും ചേർന്ന തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജയകുമാർ ബിന്ദു ദമ്പതികളുടെ മകനാണ് PJ അജിത്. ഏക സഹോദരി അഞ്ജലി. പരേതനായ സുരേഷിന്റെയും കുഞ്ഞുമോളുടെയും മകനാണ് MS ആദിത്യൻ. സൂര്യയാണ് സഹോദരി. അജിത്തും കുടുംബവും 2 വർഷത്തിലേറെയായി പാലക്കാടായിരുന്നു താമസം. ജില്ലയിൽ പോക്സോ കേസുകളും മയക്കുമരുന്ന് കേസുകളും ഉയരുന്നതായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ A. ഷാനവാസ്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്കൂളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ ജയിലുകളിൽ പോക്സോ കേസുകളും മയക്കുമരുന്ന് കേസുകളിലും പെട്ടവരാണ് അധികവും. ഇതിൽ യുവാക്കളാണ് ഭൂരിഭാഗവും. മയക്കുമരുന്ന് ഉപയോഗം യുവതലമുറയുടെ ഭാവിയും ജീവിതവും ഇല്ലാതാക്കുകയാണെന്നും സബ് ജഡ്ജ് A. ഷാനവാസ് പറഞ്ഞു. 21-നും 30-നും ഇടയിലുള്ള ഒത്തിരി കുറ്റവാളികളും അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരും ഈ ജയിലിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡായി ക്ലാസുകൾ ഇങ്ങനെ നയിക്കുന്നത് എന്ന് വെച്ചാൽ, വളരെ രസത്തിന് തുടങ്ങുന്ന അല്ലെങ്കിൽ കൂട്ടുകാരാൽ നിർബന്ധിക്കപ്പെട്ട് രസത്തിന് തുടങ്ങുന്ന ഓരോ ശീലങ്ങൾ തങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ കരിയറും ജീവിതവും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. ഡിഗ്രിയും പ്രൊഫഷണൽ ഡിഗ്രിയും, അതായത് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കഴിഞ്ഞ് വലിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വിവിധ കേസുകളിൽ പ്രതികളായി അവരുടെ ജോലി ഭാവിയെല്ലാം തന്നെ തകരുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും വരുന്ന തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും ഉള്ള ഒരു ശ്രമഫലമായിട്ടാണ് ഞങ്ങളെല്ലാം തന്നെ കാലാകാലങ്ങളായി ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും കട്ടപ്പന എക്സൈസ് വകുപ്പും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളിൽ നിയമ ബോധവൽക്കരണം നടത്താൻ സാധിച്ചതായി അധികൃതർ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ലഹരി വിരുദ്ധ ക്യാമ്പിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നേതൃത്വം നൽകുന്നത്. ലഹരി ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് ജില്ലയിലുടനീളം കുട്ടികളിലും യുവാക്കളിലും ലഹരി ബോധവൽക്കരണം നടത്തുന്നത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടന യോഗത്തിൽ അധ്യാപിക ചാന്ദിനി KS അധ്യക്ഷയായിരുന്നു. ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി S. ശ്രീകാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ അധ്യാപിക KR ഓമന, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KN രാജൻ, സ്കൂൾ ലീഡർ ആദിത്യ എന്നിവർ സംസാരിച്ചു. എക്സൈസ് ഓഫീസർമാരായ സബുമോൻ MC, ശ്രീകുമാർ S എന്നിവർ ക്ലാസുകൾ നയിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം അടിച്ചു തകർത്തതിനെതിരെ വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവും ഇടുക്കിയുടെ മുൻ MP-യുമായിരുന്ന PT തോമസിന്റെയും അന്തരിച്ച മാധ്യമപ്രവർത്തകൻ UH സിദ്ദിഖിന്റെയും പേരിൽ വണ്ടിപ്പെരിയാർ കറുപ്പുപാലം HPCക്ക് സമീപം കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് രാത്രിയുടെ മറവിൽ അടിച്ചു തകർത്തത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കറുപ്പുപാലം HPCയിൽ യോഗം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 90 വയസ്സുള്ള വയോധിക സമരം നടത്തിയതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം CPM പ്രവർത്തകർ തകർത്തതെന്നാണ് ആരോപണം. പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. അവര് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കേസെടുത്ത് അവരെ കസ്റ്റഡിയിലെടുത്ത് നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് സൂര്യന് ശേഷമാണ് ഈ ഷെഡ് പൊളിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചത്. ഈ 2 കേസുകളും ചാർജ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയണം. നമുക്ക് മാത്രമല്ല, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മാത്രമല്ല, അവരുടെ നേതാക്കന്മാരുടെ പേരിലും സ്മാരക മന്ദിരങ്ങൾ ഉണ്ട്. അതെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ആലോചിക്കും എന്ന് മാത്രം വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, പീരിമേഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, നേതാക്കളായ M. ഉദയസൂര്യൻ,
TH അബ്ദുൾ സമദ്, പ്രിയങ്ക മഹേഷ്, M ഉമ്മർ, രാജൻ കുഴുവന്മാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ സമരം നടത്തിയ വയോധികയുടെ വീട്ടിൽ DCC പ്രസിഡന്റ് സന്ദർശനവും നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കി ഇരട്ടിയാർ പൂവേഴ്സ് മൗണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് ആലേപ്പുരിക്കലിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാക്കുപാലിച്ച് നടപ്പായിരിക്കുന്നത്. ഇരട്ടിയാർ മേച്ചേരിപ്പടി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ രതീഷ് ആലേപ്പുരിക്കൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ 1990കളിൽ യശസ്വരീനായ ശ്രീ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലായിട്ടുള്ള മേഖലകളിൽ അനുവദിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ്. ആ കാലഘട്ടം മുതൽ കൂടുതൽ പിന്നോക്ക മേഖലകളിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി സമഗ്രമായി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരം പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ്. അപ്പോൾ ഈ അവസരത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ രതീഷ് അദ്ദേഹം മെമ്പറായി വന്നതിന് ശേഷം വളരെ ആത്മാർത്ഥമായി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഒരു സൂചനയാണ് ഈ പദ്ധതി ഇന്നിവിടെ യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ കാരണം. ശരിക്കും ഒരു നല്ലൊരു കൂട്ടായ്മ ഇവിടെ രൂപീകരിക്കുകയുണ്ടായി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പദ്ധതി തയ്യാറാക്കുകയും ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ നിർവഹണ ഏജൻസി. ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പദ്ധതികൾ മുൻപോട്ട് പോകുന്നത്. ഓരോ 3 മാസങ്ങൾ കൂടുമ്പോഴും ഇതിൻ്റെ വിലയിരുത്തൽ കൃത്യമായി നടത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നാണ് നമുക്കിപ്പോൾ ഈ പൂവേഴ്സ് മൗണ്ടിൽ 30 ലക്ഷം രൂപ മുടക്കി 41 കുടുംബങ്ങൾക്ക് 40ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ചടങ്ങിൽ പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയവരെയും മുതിർന്ന കർഷകരെയും ആദരിച്ചു. SC കുടുംബങ്ങൾ ഉൾപ്പെടെ 43 കുടുംബങ്ങൾക്കായി 30 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതോടെ കുടിവെള്ളമെന്ന വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തിനാണ് പരിഹാരമായത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജി പുലിക്കാട്, ജോസ് തച്ചാപറമ്പിൽ, കട്ടപ്പന നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സജി തോമസ്, ബിജോ മാണി, രാമകൃഷ്ണൻ പുതുപ്പറമ്പിൽ, PV സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര സംഘടനാ നേതാക്കളുടെ ചരമവാർഷിക അനുസ്മരണം നടന്നു. നഗരസഭാ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും സംഘടനയെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത സംസ്ഥാന മുൻ പ്രസിഡന്റ് T നസറുദ്ദീൻ, ജില്ലാ മുൻ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ, കട്ടപ്പന യൂണിറ്റ് സ്ഥാപക ജനറൽ സെക്രട്ടറി EM ബേബി എന്നിവരുടെ ചരമവാർഷിക അനുസ്മരണ സമ്മേളനമാണ് നഗരസഭാ ഹാളിൽ നടന്നത്. പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു. ഒന്ന് വിളിച്ചാൽ മതി, വെളിപ്പുറത്താണ് സണ്ണിച്ചേട്ടാ. അപ്പൊ എന്നോട് ചോദിക്കും, എന്നെ ബീന ആർക്കാണ് എന്താ വേണ്ടത്? അതുപോലെ തന്നെ ഞാൻ ഒരു പാലിയേറ്റീവ് കെയറിന്റെ സെന്റർ നടത്തുന്നുണ്ട്. അവിടേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, പലവ്യഞ്ജന സാധനങ്ങളെല്ലാം തന്നെ സഹായിക്കുന്നത് എനിക്ക് സണ്ണിച്ചേട്ടൻ തന്നെയാണ്. അപ്പൊ ഈ മർച്ചന്റ് അസോസിയേഷൻകാരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഡയാലിസിസ് പേഷ്യന്റിനും അതുപോലെ ഹാർട്ട് പേഷ്യന്റിനും എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. ഇവരുടെ എല്ലാം ഓരോ നല്ല പ്രവർത്തികൾ കണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ആശമാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾക്ക് മർച്ചന്റ് അസോസിയേഷനെ കൊണ്ട് നല്ല ആവശ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മർച്ചന്റ് അസോസിയേഷൻ അറിയിക്കാം, ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്. മർച്ചന്റ് അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ 34 വാർഡുകളിലെ ക്യാൻസർ, ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകളും ക്യാൻസർ രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിന് ധനസഹായവും നൽകി. ഏറ്റവും അർഹരായ നിർധനരായ കുടുംബത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി ഒരു ആശാവർക്കർക്ക് ഒരു ഗുണഭോക്താവ് എന്ന രീതിയിലാണ് ധനസഹായം നൽകിയത്. തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും ഇവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ സൗജന്യമായി നൽകും. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് അധ്യക്ഷനായിരുന്നു.
നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, കൗൺസിലർമാരായ പ്രശാന്ത് രാജു, സിജു ചക്കുമൂട്ടിൽ, തങ്കച്ചൻ പുരയിടം, ധന്യ അനിൽ, ജൂലി റോയി, മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി, ജനറൽ സെക്രട്ടറി കെ പി ഹസൻ, യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഷിയാസെ കെ, അജിത് സുകുമാരൻ, അനിൽ പുനർജനി, ആർ ശ്രീധർ, പോൾസൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ ഏറ്റവും മനോഹര ഗ്രാമങ്ങളിലൊന്നാണ് മൂന്നാറിലെ വട്ടവട. ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കുവാൻ വട്ടവടയിലെത്തുന്നവർ ദുരിത യാത്ര കൂടി നടത്തണമെന്നാണ് സർക്കാർ നിലപാട്. ഇവിടുത്തെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടോളമായി. പച്ചക്കറിയും സ്ട്രോബെറിയും സൂര്യകാന്തിയും ഒക്കെ വിളയുന്ന കൃഷിയിടങ്ങൾ. കേരളത്തിലെ മറ്റൊരു മേഖലയ്ക്കും അവകാശപ്പെടാനില്ലാത്ത കാർഷിക രീതി. വട്ടവടയുടെ കാർഷിക കാഴ്ചകൾക്ക് സവിശേഷതകൾ ഏറെയാണ്. എന്നാൽ കാഴ്ചകൾ ആസ്വദിക്കുവാൻ ഗ്രാമത്തിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്നത് ദുരിതയാത്ര. വട്ടവടയിൽ ആരംഭിച്ച പഴത്തോട്ടവും ചിലന്തിയാറും ചുറ്റി തിരികെ വട്ടവടയിലെത്തുന്ന 12 കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണിത്. ടാറിംഗ് ഇളകി മിക്ക ഭാഗങ്ങളും മെറ്റൽ കൂനയായി മാറി. പൊടിശല്യം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ബൈക്ക് യാത്രികർ അടക്കം അപകടങ്ങളിൽ പെടുന്നതും പതിവ് കാഴ്ച. വട്ടവട ബസ് സ്റ്റാൻഡിന് തുടങ്ങുന്ന റോഡാണ്. മൊത്തത്തിൽ ചിലന്തിയാറ് പഴത്തോട്ടം ഇങ്ങനെ കറങ്ങി അതേ തന്നെ വട്ടവടത്തിൽ തന്നെ ചേരും. 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ റോഡ് വന്ന് ഇതേ അവസ്ഥയിലാണ് 7-8 കൊല്ലമായിട്ട് ഇരിക്കുന്നത്. എപ്പോഴും ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സ്ഥലമാണിത്. എപ്പോഴും കഴിഞ്ഞ ഒരാഴ്ചത്തെ ഉള്ള ഒരു സ്കൂൾ ബസ് മറിഞ്ഞ് കുറേ കുട്ടികൾക്ക് അടിയൊക്കെ ഉണ്ടായി. പിന്നെ പരിക്കോടെയാണ് പോയത്. എന്നുവെച്ചാൽ ഈ റോഡ് എപ്പോഴും ഇതേ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ റോഡ് റെഡിയാക്കണം. ഈ ആദിവാസി കുടിയിൽ നിന്ന് വരുന്ന ഡെലിവറി ഉള്ള പ്രസവ കേസെല്ലാം ഇവിടെ വന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. വണ്ടി പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അവർക്ക് രക്തസ്രാവമൊക്കെ ഉണ്ടാവും. ഈ കയറ്റത്ത് കയറി വരുന്നതുകൊണ്ട് ഇടിച്ചിടിച്ചാണ് വണ്ടി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു മരണത്തിലേക്കുള്ള പരിപാടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കണം. ഗോത്ര മേഖലകളിൽ നിന്നടക്കം ആശുപത്രി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടവർ ജീവൻ പണയം വെച്ചാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല. വിനോദസഞ്ചാര മേഖലയുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ വട്ടവടയിൽ ദുരിതയാത്ര നടത്തേണ്ട അവസ്ഥ നിലനിൽക്കുന്നത്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന യാത്രാക്ലേശം രൂക്ഷമായി. മുൻപ് PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്ന ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത്. തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയാണ് ചപ്പാത്ത് പച്ചക്കാട് റോഡ്. ഈ റോഡിന്റെ സിമന്റ് പാലം മുതൽ മരുതമ്പേട്ട വരെയുള്ള ഭാഗം 15 വർഷം മുമ്പ് PMGSY പദ്ധതിയിലാണ് നിർമ്മിച്ചത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ലാതായി. റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടു. സ്കൂൾ ബസ്സുകൾ, ഓട്ടോറിക്ഷകളെല്ലാം കടന്നുപോകുന്ന ഈ പാതയിൽ അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. റോഡ് തകർന്നതോടെ ടാക്സി വാഹനങ്ങളും ഇതുവഴി കടന്നുവരാൻ മടിക്കുകയാണ്. ഓട്ടം പോയാൽ ലഭിക്കുന്ന കൂലി വാഹനം പണിയാൻ പോലും തികയില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു. നാട്ടുകാർ ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾ അധികൃതർക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നടപടി എങ്ങും എത്തിയില്ല. ഇതിനിടെ പച്ചക്കാട് ഭാഗത്ത് കുറച്ചു ഭാഗം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാളിൽ ടാർ ചെയ്തിരുന്നു. കൂടുതൽ തകർന്ന ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ടാറിംഗ് പൊളിയാത്ത ഭാഗത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഈ നാട്ടിലുള്ള ആളുകളുടെ ശ്രമഫലമായിട്ട് ഇത്രയും ആക്കി വെച്ചു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത ഒരവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PMGSYയുടെ പദ്ധതിയിൽപ്പെട്ട റോഡാണെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനാണ്. പക്ഷേ
അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയമുണ്ട്. പുള്ളി ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുള്ള ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. കാരണം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇപ്പോൾ കുഴിപ്പന്ത് കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ക്വിസ് മത്സരം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലഹരി ഉപേക്ഷിക്കാം, ജീവിതം ആസ്വാദ്യകരമാക്കാം എന്ന സന്ദേശവുമായി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ഒരു വർഷം നീണ്ടുനിന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം. ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ ക്വിസ് മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 50ഓളം വിദ്യാർത്ഥികളാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, പോസ്റ്റർ പ്രചരണം, ചിത്രരചനാ മത്സരം, നൃത്താവിഷ്കാരം എന്നിവയും നടന്നു. ഇതിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഈ മത്സരത്തിൽ നിന്നും എല്ലാ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ജില്ലാതല മത്സരമാണ് ഇപ്പോൾ കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത്. ഇതിൽ നിന്നും വിജയിക്കുന്നവർക്ക് അടുത്ത ദിവസം നടക്കുന്ന പ്രോഗ്രാമിൽ, ഒരു വലിയ പ്രോഗ്രാമിൽ വെച്ച് ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം സ്കൂളിൽ നടപ്പിലാക്കിയ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഫലമായി മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്കുള്ള ഉപഹാര വിതരണവും അതുപോലെ തന്നെ അവിടുത്തുള്ള മികച്ച കോർഡിനേറ്റർക്കുള്ള ഉപഹാര വിതരണമടക്കമുള്ള പരിപാടികളാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് ഇടുക്കി സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്വിസ് മത്സരത്തിൽ 1 മുതൽ 3 വരെ സ്ഥാനം നേടിയവർക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ച 5 വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും വിതരണം ചെയ്യും. കൂടാതെ കഴിഞ്ഞ ഒരു വർഷക്കാലം മികച്ച ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്ലബ് കോർഡിനേറ്റർമാർക്കും പുരസ്കാരങ്ങൾ നൽകുമെന്നും വജ്രജൂബിലി ഫെലോഷിപ്പ് ഭാരവാഹികൾ പറഞ്ഞു. അയ്യപ്പൻകോവിൽ മരുതുംപേട്ടയിൽ മിൽമ ക്ഷീരകർഷകർക്ക് വിതരണം ചെയ്ത മോശം വൈക്കോലിന്റെ വില കരാറുകാരൻ നൽകാൻ നടപടിയായി. വിഷയം സംബന്ധിച്ച മാധ്യമ വാർത്തകളെ തുടർന്നാണ് നടപടി. 260 രൂപ നിരക്കിൽ 59 കെട്ട് വൈക്കോലിന്റെ വിലയാണ് കരാറുകാരൻ നൽകേണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരുതുംപേട്ട മിൽമ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും നിലവാരമില്ലാത്ത വൈക്കോൽ എത്തിച്ചത്. വൈക്കോൽ കണ്ടപ്പോൾ തന്നെ കർഷകർ എതിർപ്പറിയിച്ചിരുന്നു. ഉപയോഗശൂന്യമാണെന്ന് കാട്ടി വാഹനത്തിൽ നിന്നും വൈക്കോൽ ഇറക്കാനും കർഷകർ വിസമ്മതിച്ചു. വിവരം കരാറുകാരനെ അറിയിച്ച് പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിലാണ് വൈക്കോൽ ഇറക്കി വാഹനം മടക്കി അയച്ചത്. തമിഴ്നാട്ടിലെ മില്ലുകൾ ഉപേക്ഷിച്ച് മഴയത്ത് കിടന്ന് അഴുകി പൂപ്പൽ ബാധിച്ച വൈക്കോലാണ് ഉണങ്ങി കർഷകർക്ക് എത്തിച്ചത്. ഉപയോഗശൂന്യമായ വൈക്കോൽ വിതരണം ചെയ്ത് കർഷകരെ കബളിപ്പിക്കാൻ ശ്രമിച്ച വിവരം മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മിൽമ അധികൃതർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. കരാറുകാരന്റെ പ്രതിനിധി സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 59 വൈക്കോൽ കെട്ടുകൾ കന്നുകാലികൾക്ക് നൽകാൻ കഴിയാത്തതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് മിൽമയിൽ കർഷകർ അടയ്ക്കേണ്ട 59 കെട്ടുകളുടെ വില കരാറുകാരൻ അടയ്ക്കാൻ നടപടി സ്വീകരിച്ചതായി കർഷകർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മിൽമ ഇറക്കി തന്ന കച്ചി വളരെ മോശമായതിനെ തുടർന്ന് ഞങ്ങളൊരു മാധ്യമ വാർത്ത ആക്കിയിരുന്നു. അപ്പം കരാറുകാർ ആ മാധ്യമ വാർത്ത കണ്ട് കരാറുകാർ ഇവിടെ എത്തിയിരുന്നു. അവർ മോശം വന്ന കച്ചി ഏതാണ്ട് 159 കെട്ട് ഇറക്കിയിൽ 59 കെട്ടിൻ്റെ പൂർണ്ണമായും വില ഒഴിവാക്കി തന്നിട്ടുണ്ട്. കർഷകർക്ക് അതൊരു പ്രയോജനമായിട്ടുണ്ട്. മിൽമയുടെ സബ്സിഡിക്ക് ശേഷമാണ് 250 രൂപ കർഷകർ നൽകേണ്ടത്. എന്നാൽ ഇതിലും ഗുണമേന്മയുള്ള വൈക്കോൽ കെട്ടിന് 260 രൂപ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ കർഷകർക്ക് സ്ഥലത്ത് എത്തിച്ചു നൽകുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു. ഇത്തരത്തിൽ ഇനി നിലവാരമില്ലാത്ത വൈക്കോൽ മേഖലയിൽ എത്തിക്കാൻ അനുവദിക്കില്ലെന്നും കർഷകർ വ്യക്തമാക്കി. കട്ടപ്പന നരിയമ്പാറ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 90ഓളം പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കട്ടപ്പന നരിയമ്പാറ കോളേജിലെ 1976 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 20 ഏക്കർ ലാവ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ പഴയ 16, 17, 18 കാലഘട്ടങ്ങളിലെ മുഖവും അന്നത്തെ കുസൃതികളും നിഷ്കളങ്കമായ നമ്മുടെ പെരുമാറ്റവും ഒക്കെ എന്നും മനസ്സിൽ പച്ചകടാതെ നിൽക്കുന്നതാണ്. ഞാൻ ഓർക്കുവാണ്, ഇത്രേ ശാലീനമായിട്ട് സുന്ദരമായിട്ട് സൗഹൃദങ്ങൾ വെച്ചു പുലർത്താൻ നമ്മുടെ കാലഘട്ടത്തിനെ പറ്റുള്ളൂ. ഇപ്പോഴാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് യാതൊരു കുഴപ്പങ്ങളും കൂടാതെ നമ്മൾ ആ മലമുകളിലൂടെയൊക്കെ നടന്ന കാലം.
ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ധാർമ്മികതയുടെ ഒരു വലിയ പാഠം കൂടി DBS നമുക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ട്. ഒരിക്കലും കലർപ്പില്ലാത്ത ഒരു സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളത അന്നും ഇന്നും നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹവും നമ്മുടെ ആ സൗഹൃദങ്ങളുമാണ്. നരിയമ്പാറ കോളേജിൽ 1976 ബാച്ചിൽ പഠിച്ച 135 പേരിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള 90ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. മധുരയ്ക്കും ഓർമ്മകൾ എന്ന പേരിലാണ് സംഗമം നടന്നത്. ഇത്തരത്തിലൊരു കൂടിച്ചേരൽ യാഥാർത്ഥ്യമാകുമെന്ന് പലരും കരുതിയിരുന്നില്ല. ഇണങ്ങിയും പിണങ്ങിയും കുസൃതി കാണിച്ചും കഴിഞ്ഞ കുട്ടിക്കാലം ആർക്കും മറക്കാനാകില്ല. വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഓർമ്മകൾ പങ്കിട്ട് പഴയ കുട്ടിക്കാലം അയവിറക്കിയാണ് ഇവർ ഒത്തുചേർന്നത്. സംഗമത്തിനെത്തിയവർ 60 വയസ്സ് പിന്നിട്ടവരായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു. 45 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ സംഗമിക്കുകയാണ്. ഞങ്ങൾ 36 വർഷം തികഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് സംഗമിച്ചു. പിന്നീട് ആ കൂട്ടായ്മ 2 തവണ കൂടെ കൂടി. ഇപ്പോൾ 45 വർഷം ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ജീവിതത്തിൻ്റെ നാനാതുറകളിൽ എത്തിച്ചേർന്ന ഒരു സമൂഹം വിദ്യാർത്ഥികൾ അവർ 60 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. എങ്കിലും വളരെ സജീവമായിട്ട് അന്നത്തെ ആ ഊഷ്മളമായ ആ സ്നേഹബന്ധം ആ കൂട്ടായ്മ പങ്കിടുന്നതിന് വേണ്ടി ആണ് ഇന്ന് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഈ മീറ്റിങ്ങിൽ പരമാവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. 135 പേരാണ് ഞങ്ങളുടെ അവസാനം ആ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 12 പേരോളം ഈ ഞങ്ങളെ വേർപെട്ടു പോയി. പിന്നീട് ബാക്കിയുള്ളതിൽ ഏതാണ്ട് 75ഓളം പേര് ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായി. ചടങ്ങിൽ വിവിധ കലാപരിപാടികളും നടന്നു. സിസ്റ്റർ ഹന്ന, സിസ്റ്റർ ആൻലി ജോൺ, പ്രകാശ് ആർ മംഗലത്ത്, അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം, അഡ്വക്കേറ്റ് ജോസഫ് കാവുങ്കൽ, സെലിൻ മമ്മൂട്ടിൽ, സലോമി ഉലഹന്നാൻ, കാമരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളം മരിയൻ പബ്ലിക് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വസന്തം 2024 എന്ന പേരിലാണ് വാർഷികാഘോഷം നടന്നത്. തിരുവനന്തപുരം 4ാം ചിറ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ മൈക്കിൾ ഔസേപ്പ് പറമ്പിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ മേരികുളം മരിയൻ പബ്ലിക് സ്കൂളിലെ 21ാമത് വാർഷികാഘോഷമാണ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചത്. ബാൻഡ്മേള പ്രദർശനം, മാജിക് ഷോ തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. കലാപ്രദർശനത്തിന് മുന്നോടിയായി നടന്ന യോഗം തിരുവനന്തപുരം 4ാം ചിറ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ മൈക്കിൾ ഔസേപ്പ് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ഇടവകയും ഈ സ്ഥാപനവും ഇതിൻ്റെ പ്രിൻസിപ്പാളും ഒക്കെ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ഇവർ നാൾക്ക് നാൾ വലിയവരായി തീർന്ന് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നക്ഷത്രങ്ങളായി പ്രശോഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിനെ നമ്മളെ തന്നെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ലക്ഷ്യപ്രാപ്തി ലോകത്തെ കീഴ്മണിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരാനായിട്ട് നമുക്ക് ആവുകയുള്ളൂ. അതിനുള്ള ഇഷ്ടംപോലെ അവസരങ്ങൾ ഇന്ന് ലോകത്ത് നമുക്കുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബൽ പൊടിമറ്റത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി, PTA പ്രസിഡന്റ് PS സുധാകരൻ, ജോളി വിൽസൺ, പ്രിൻസിപ്പൽ ടോമി ടി ജോൺ, ജീന തോമസ്, ഗ്രീഷ്മ N രാജൻ, സ്വീറ്റി മാത്യു, ആൻജോ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. MJ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്ന പേരിൽ കട്ടപ്പനയിൽ ന്യായവില പച്ചക്കറി ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ബാബു കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ മാർക്കറ്റ് വിലയിലും കുറച്ച് ലഭ്യമാക്കുന്നതിനായി കട്ടപ്പന ഇരട്ടയാർ റോഡിൽ BSNL ഓഫീസിന് എതിർവശത്തായിട്ടാണ് MJ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫാദർ അനിൽ ഈപ്പൻ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ബാബു കരുനാഗപ്പള്ളി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. പിന്നെ പച്ചക്കറി കച്ചവടത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഈ വ്യാപാരം ലാഭകരമാക്കണമെങ്കിൽ നമ്മുടെ സഹകരണം, പ്രത്യേകിച്ച് ഇത് വാങ്ങുന്നവരുടെ സഹകരണം വളരെ കൂടുതൽ ഉണ്ടാകേണ്ടതുണ്ട്. ടൗണിനകത്ത് പോയി വില കുറച്ച് വാങ്ങിക്കാമെന്നുള്ള കാഴ്ചപ്പാട് ഉപേക്ഷിച്ച് പ്രാന്തപ്രദേശങ്ങളിലേക്ക് കച്ചവടം കൂടുന്നതിൻ്റെ കാരണവും അടുത്ത കാലത്തായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇത് ടൗണിൽ നിന്ന് വിട്ടുമാറി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളുള്ള എല്ലാവിധ മേഖലകൾക്കും വന്ന് നിൽക്കാവുന്ന സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലമായതുകൊണ്ടും ഇത് ഒരുപാട് ആളുകളായിട്ട് വ്യക്തി ബന്ധമുള്ള ആളാണ് ഈ കട നടത്തുന്നത് എന്നതുകൊണ്ടും
ഈ സ്ഥാപനം വളരെ ഭംഗിയായി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽ തോന്നുന്നുണ്ട്. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് ആലുമൂട്ടിൽ, ടോമി ജോർജ്, KN വിനീഷ് കുമാർ, TGM രാജു, ലൂയിസ് വേഴമ്പത്തോട്ടം, ബാബു സുരഭി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. ഹൈറേഞ്ച് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ KE ആന്റണി ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പള്ളിപ്പെരുന്നാളിലും ഉത്സവ സ്ഥലങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ ഉഴുന്നാട കച്ചവടത്തിലൂടെ ജീവിതം പച്ചപിടിപ്പിക്കുകയാണ് കട്ടപ്പന കുത്തോടി ഷാജി. 40 വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കൾ തുടങ്ങിവെച്ച ഉഴുന്നാട നിർമ്മാണം ഏറ്റെടുത്ത വിജയഗാഥ രചിക്കുകയാണ് ഇദ്ദേഹം. അസംസ്കൃത പദാർത്ഥങ്ങളും ചേരുവകകളും ചേർക്കാതെ വിറകടുപ്പിൽ നിർമ്മിച്ചെടുക്കുന്ന കട്ടപ്പനയിലെ ഉഴുന്നാടയുടെ രുചി ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. 40 വർഷമായി വെള്ളരപ്പ് പൊടിച്ചു, നല്ലതായിട്ട് പൊടിച്ച പൊടിയും ഉഴുന്ന് മാവ് മേടിക്കണം. നമ്മൾ ഉഴുന്ന് മേടിച്ചരച്ച് അരയ്ക്കൊന്നും ചെയ്താൽ ശരിയാകുകയില്ല. പൊടിച്ചാൽ ഉഴുന്ന് മാവ് തന്നെ മേടിച്ച് രണ്ടും കൂടെ കൂട്ടി ഇടക്കി ഉപ്പും ചേർത്ത് വേറെ ഒന്നും വേണ്ട, പച്ചവെള്ളം മാത്രം, പച്ചവെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കഴിക്കുക. ബേക്കറികളിലേക്കും വിദേശത്തേക്കും ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് ഉഴുന്നാട നിർമ്മിച്ചു നൽകുന്നുണ്ട്. മാതാവ് മറിയാമ്മയും ഭാര്യ ഷിബിയും മക്കളും മറ്റ് കുടുംബാംഗങ്ങളും സമീപവാസികളും ഉഴുന്നാട നിർമ്മാണത്തിൽ കട്ടയ്ക്ക് ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഷാജിയുടെ പൂർവികർ ഉഴുന്നാട നിർമ്മാണം നടത്തിയിരുന്നു. ഇത് പിന്നീട് തലമുറകളായി തുടർന്നു. ഷാജിയും സഹോദരനും സഹോദരിയും കൂടാതെ 3 അമ്മാവന്മാരും മാത്രമാണ് ഹൈറേഞ്ചിൽ ഉഴുന്നാട നിർമ്മിക്കുന്നത്. ഉഴുന്നാട നിർമ്മാണത്തിലേക്ക് പുതിയ തലമുറ കടന്നു വരുന്നില്ലെന്നും ഷാജി പറയുന്നു. കുടുംബത്തിൽ തന്നെ ചെയ്യുന്ന പണികൾ പുതുതലമുറ വലിയ താല്പര്യമില്ലായിരുന്നു. പുതുതലമുറ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളായ കപ്പ കിട്ടാനുള്ള ക്ഷാമം, അതുപോലെ തന്നെ ഈ സാധനം കൊണ്ടുള്ള ലാഭക്കുറവ്, പണിക്കൂലിയൊക്കെ കൂടി. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ പള്ളിപ്പറമ്പിലാണേലും ഉത്സവപ്പറമ്പിലാണേലും ഒരു 25 വർഷം മുമ്പുള്ള ആളുകളെ കച്ചവടസ്ഥലത്ത് തോന്നി. കാരണം പുതിയ തലമുറ ഒന്നും ഇതിനകത്തേക്ക് വരുന്നില്ല. എൻ്റെ കുട്ടികളാണേലും അങ്ങനെ ഓരോരുത്തരും വിദേശത്തേക്ക് പോകുന്നതിനുള്ളൊരു ശ്രമത്തിലാണ്. കാരണം ഈ ഇത്തരം പണികൾ ചെയ്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു പുരോഗതി ജീവിതത്തിലുണ്ടാകുന്നില്ല. പഴയ കാലത്തൊക്കെ ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അതൊക്കെ ധാരാളമായിരുന്നു. ഇപ്പം ജീവിതത്തിൻ്റെ കൂടുതൽ ചെലവുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഇതിനകത്ത് കിട്ടാനുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഹൈറേഞ്ചിലെ ഏത് പള്ളികളിലെയും അമ്പലങ്ങളിലെയും ആഘോഷങ്ങൾക്ക് ഷാജിയുടെ കുടുംബത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഉഴുന്നാടിയായിരിക്കും ലഭിക്കുക. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 251, വിൽപ്പനയ്ക്ക് വന്നത് 84,446, വിൽപ്പന നടന്നത് 83,672, കൂടിയ വില 2,200, ശരാശരി വില 1,523. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 520 രൂപ, ഏലം കൂടിയ വില 1,500, ഏലം ശരാശരി വില 1,250, കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 60, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,770 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കർഷകരക്ഷ ഉറപ്പാക്കുവാൻ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് നടന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കില്ലെന്ന നിലപാടിൽ ഗവർണർ മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണെന്ന് വിമർശനം. ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്നത് കർഷകരെ സ്നേഹിക്കുന്ന ആരാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സിറിയക് ചാഴിക്കാടൻ. അയ്യപ്പൻകോവിലിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നിയമപരമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം. നടപടി വീടൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പുറമ്പോക്കിൽ താമസിക്കുന്നവർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് KRFB എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിനിരയാക്കിയ പെൺകുട്ടിയെ എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചികിത്സയിൽ കഴിയുന്നത് കട്ടപ്പന സ്വദേശിനിയായ 19കാരി. സംഭവത്തിൽ വണ്ണപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. രാജകുമാരി, ഖജനാപ്പാറ, കുമ്പപ്പാറ മേഖലകളിൽ നടന്ന കുരുമുളക് മോഷണ കേസിൽ അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ജാർഖണ്ഡ് സ്വദേശി വിക്രം കുമാറിനെ. രാജാക്കാട് മേഖലയിൽ ഇരുചക്ര വാഹന മോഷണം പതിവാകുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.